നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇഫിനെ പറ്റിയാണ്. ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. വാട്ട് ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലാണ്. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്ത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമല്ലോ. അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലുള്ള സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ചന്ദ്രനിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കടലിനടിയിൽ താമസിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള ആശയത്തിലുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനുള്ള സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ട് ഇഫ് ചേർത്തുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ ആശയത്തിലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസിന് ഹെഡിങ്ങുകളായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. സയൻസ് പരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചറിയാം. ഷോർട്സൊക്കെ കാണുന്നവർക്കറിയാം, പല ഷോർട്സിൻ്റെയും ഹെഡിങ്ങുകൾ ഇങ്ങനെ വാട്ട് ഇഫിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ ചന്ദ്രനിലായിരുന്നെങ്കിൽ എന്നിങ്ങനെയൊക്കെ ആശയരൂപത്തിലുള്ള ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാട്ട് ഇഫിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഹൈപ്പോത്തറ്റിക്കലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് ഇഫ് നമ്മുടെ സെൻറ്റൻസുകളെ ചേർക്കുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഡെയിലി നമ്മൾ സംസാരിക്കാൻ ചാൻസുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഡെയിലി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, വാട്ട് ഇഫ് ചേർത്ത് നമ്മൾ എപ്പോഴാണ് സംസാരിക്കാൻ ചാൻസ് ഉള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ സാധാരണയായിട്ട് വാട്ട് ഇഫ് വെച്ച് ചേർന്ന് സംസാരിക്കാറുള്ളത്. അതായത് എങ്ങനെ പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയത്തില്ല, ഇതിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു, നീ എന്ത് ചെയ്യും, ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും, ഇത് ഇന്ന പോലെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇന്നതുപോലെ നടന്നാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് ജസ്റ്റ് നടക്കാത്ത പോയ ഒരു കാര്യം ജസ്റ്റ് നടന്നു എന്ന് പറഞ്ഞ് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കൂടുതലും വാട്ട് ഇഫ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുള്ളത്. നമുക്ക് നോക്കാം, അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. വാട്ട് ഇഫ് യുവർ അലാറം ഡസൻ ഗോ ഓഫ് ടുമോറോ മോർണിംഗ്, വാട്ട് വിൽ യു ഡു? അതായത് നാളെ രാവിലെ നിൻ്റെ അലാറം അടിച്ചില്ലെങ്കിൽ വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഫ്യൂച്ചർ ടെൻസാണ്, നാളത്തെ കാര്യമാണ് പറയുന്നത്. വാട്ട് ഇഫ് യുവർ അലാറം ഡസൻ ഗോ ഓഫ് ടുമോറോ മോർണിംഗ്, നാളെ നിൻ്റെ അലാറം അടിച്ചില്ലെങ്കിൽ വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ഗോ ഓഫ് അറിയാമെന്ന് വിചാരിക്കുന്ന അലാറം അടിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ഓഫ് യൂസ് ചെയ്യുന്നത്. ഫ്രേസൽ വെർബാണ്. അപ്പോൾ വാട്ട് ഇഫ് യുവർ അലാറം ഡസൻ ഗോ ഓഫ് ടുമോറോ, നിൻ്റെ അലാറം അടിച്ചില്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വാട്ട് ഇഫ് ചേർത്തിരിക്കുന്നത്. അലാറം അടിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് പറയുകയാണ്. അത് സംഭവിക്കുകയോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്ത് പറയുകയാണ്. ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സുഹൃത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും നമ്മൾ വാട്ട് ഇഫ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ വാട്ട് ഇഫ് നമ്മുടെ സെൻറ്റൻസുകൾ ചേർത്ത് സംസാരിക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിലോട്ട് വീഡിയോസിൻ്റെ ഹെഡിങ്ങുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അവിടെ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പോകില്ല, അപ്പം ഹെഡിങ്ങിന് വാട്ട് ഇഫ് ചേർത്ത് വെച്ചായിരിക്കും മിക്ക വീഡിയോസിൻ്റെ ഹെഡിങ്ങിലും കൊടുത്തിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. വാട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ് പെയ്ഡ് നെക്സ്റ്റ് വീക്ക്, വാട്ട് വിൽ യു ഡു? അടുത്ത ആഴ്ച നിനക്ക് സാലറി കിട്ടിയില്ലെങ്കിൽ വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അവിടെയും കിട്ടിയില്ലെങ്കിൽ എന്ന് ഇമാജിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഇഫ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് യു ലൂസ് യുവർ ജോബ്, വാട്ട് വിൽ യു ഡു? നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ വാട്ട് വിൽ യു ഡു, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അല്ലെങ്കിൽ വാട്ട് വുഡ് യു ഡു എന്ന് നമുക്ക് ചോദിക്കാം. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്, നിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ വാട്ട് വുഡ് യു ഡു, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പക്ഷേ ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്ന സെൻറ്റൻസിൽ ലോസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ആശയം എന്തെന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ആണ്. സിറ്റുവേഷൻ പ്രസൻറ്റ് ആണെങ്കിലും എൻ്റെ സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുന്ന സിറ്റുവേഷൻ പ്രസൻറ്റ് ആണെങ്കിലും ആശയം പാസ്റ്റാണ്. അതായത് ജോലി നഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ, ജസ്റ്റ് ഇങ്ങനെ പറയുവാണ്, ജോലി നഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ പാസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിങ്ങനെ പറയുക, എന്തെങ്കിലും ഒരു മാറ്റർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പിടികിട്ടുന്ന ഒരു മാറ്റർ, നിൻ്റെ ജോലി നഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു, നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പാസ്റ്റ് ടെൻസിൽ ആശയമാണ്. പക്ഷേ സിറ്റുവേഷൻ പ്രസൻറ്റ് ആണ്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സിറ്റുവേഷൻ പ്രസൻറ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ തൊട്ട് മുമ്പ് എടുത്ത സെൻറ്റൻസ് വാട്ട് ഇഫ് യു ലൂസ് യുവർ ജോബ് എന്ന് പറഞ്ഞത് ഫ്യൂച്ചർ ടെൻസ് ആണ്. നിൻ്റെ ജോലി നഷ്ടപ്പെട്ട് പോയാൽ, ഫ്യൂച്ചറിനെ, അതായത് ഇനി നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വാട്ട് വുഡ് യു ലൂസ് യുവർ ജോബ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സെൻറ്റൻസിന് ആശയത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. പിടികിട്ടിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സെൻറ്റൻസ് വെർബ് പാസ്റ്റ് ടെൻസിലോട്ടായപ്പം പാസ്റ്റ് ടെൻസിൽ ആശയമാണ് വന്നിരിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ വാട്ട് ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വാട്ട് വിൽ യു ഡു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ ചേർത്ത് വാട്ട് വുഡ് യു ഡു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വേണം പറയാൻ. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വുഡാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം.
വാട്ട് ഇഫ് യുവർ ബാറ്ററി ഡൈഡ് വാട്ട് വുഡ് യു ഡു? നിൻ്റെ ബാറ്ററി തീർന്നു പോയിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. അവിടെ സിറ്റുവേഷൻ പ്രസൻ്റ് ആണെങ്കിലും ജസ്റ്റ് പാസ്റ്റ് ടെൻസിൻ്റെ ആശയമാണ്. ഡൈഡ് ആണ് യൂസ് ചെയ്ത് പാസ്റ്റ് ടെൻസിൻ്റെ ആശയമാണ്. ബാറ്ററി തീർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ പറയുകയാണ്. പാസ്റ്റ് ടെൻസിൻ്റെ ആശയം തീർന്നു പോയിരുന്നെങ്കിൽ ഒരു പാസ്റ്റ് ടെൻസിൻ്റെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് ഓർത്ത് പറയുകയാണ്. ആ സിറ്റുവേഷൻ ആ സംഭവത്തിൻ്റെ സിറ്റുവേഷൻ പാസ്റ്റ് ടെൻസ് ആണ്, ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നു പോയിരുന്നെങ്കിൽ ഇങ്ങനെ പറയുകയാണ്. വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് യു വോണ്ട് ദ ലോട്ടറി വാട്ട് വുഡ് യു ഡു? അതായത് ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ലോട്ടറി എടുത്തു, അപ്പോൾ ഞാൻ പറയുകയാണ് വാട്ട് ഇഫ് യു വോണ്ട് ദ ലോട്ടറി? നമ്മൾ ഈ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, അടിച്ചിട്ടില്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് പറയുകയാണ് അടിച്ചിരുന്നെങ്കിൽ. അത് പാസ്റ്റ് ടെൻസിൻ്റെ ഒരു ആശയമാണ്, പക്ഷേ സിറ്റുവേഷൻ പ്രസൻ്റ് ആണ്. ഞാനിപ്പോൾ പറയുവാണ് വാട്ട് ഇഫ് യു വോണ്ട് ദ ലോട്ടറി? എനിക്ക് ഈ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, ഞാൻ ലോട്ടറി ഓൾറെഡി എടുത്തു, അടിച്ചിരുന്നെങ്കിൽ ഞാൻ ലോട്ടറി എന്നൊക്കെ പറയുകയാണ്. വാട്ട് ഇഫ് യു വോണ്ട് ദ ലോട്ടറി? നമുക്ക് ഈ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. വുഡാണ് അവിടെ അനുയോജ്യം. പാസ്റ്റ് ടെൻസിലെ ആശയമാണ്. ഞാൻ ഓൾറെഡി എടുത്ത ലോട്ടറി, എന്നിട്ട് ഞാൻ പറയുകയാണ് വാട്ട് ഇഫ് യു വോണ്ട് ദ ലോട്ടറി? നമുക്ക് ഈ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുകയാണ്. സിറ്റുവേഷൻ പ്രസൻ്റ് ആണ്, പക്ഷേ ആശയം പാസ്റ്റ് ടെൻസ് ആണ്. വെർബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കൺഫ്യൂസ് ആകല്. നിങ്ങൾ ആ സെൻറ്റൻസ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പോവുക. ടെൻസ് പറയുന്നതായിട്ട് പേടിക്കല്. നിങ്ങൾക്കത് പിടികിട്ടും. 2 സെൻറ്റൻസ് ഫ്ലോ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് യു ഗോട്ട് ഫയർഡ് ഫ്രം യുവർ ജോബ് വാട്ട് വുഡ് യു ഡു? നീ നിൻ്റെ ജോലിയിൽ നിന്ന് നീ പുറത്താക്കപ്പെട്ടിരുന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. വാട്ട് ഇഫ് യു ഗോട്ട് ഫയർഡ് ഫ്രം യുവർ ജോബ് വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് യു ഡിഡൻ ഹാവ് ഇനഫ് ടു ഈറ്റ് വാട്ട് വുഡ് യു ഡു? നിനക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ കിട്ടിയിരുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടി, ജസ്റ്റ് ഞാൻ പറയുകയാണ്, ഇമാജിൻ ചെയ്ത് പറയുകയാണ്. കിട്ടിയില്ലായിരുന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. ഇപ്പോൾ പാസ്റ്റ് ടെൻസിൽ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കും. അദ്ദേഹം ആവശ്യത്തിന് കഴിച്ചു. ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഇമാജിൻ ചെയ്ത് പറയുകയാണ്. വാട്ട് ഇഫ് യു ഡിഡൻ ഹാവ് ഇനഫ് ടു ഈറ്റ്? നിനക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റനാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. വാട്ട് ഇഫ് യു മെയ്ഡ് എ മിസ്റ്റേക്ക് വാട്ട് വുഡ് യു ഡു? ഇത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. അതായത് ഞങ്ങൾ വർക്ക് സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്ന വർക്കിനെ പറ്റി. വാട്ട് ഇഫ് യു മെയ്ഡ് എ മിസ്റ്റേക്ക്? നീ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ വാട്ട് വുഡ് യു ഡു? നീ എന്ത് ചെയ്യും എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ആ സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. അപ്പോൾ അവിടെ വാട്ട് ഇഫ് യു നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ആ ആശയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നീ മിസ്റ്റേക്ക് ചെയ്താൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏകദേശം ഇതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഇഫ് യു ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്? ഈ സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതെന്ന് ചോദിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഹാർഡ് മെയ്ഡ് കണ്ടാണ് ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഹാർഡും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ മെയ്ഡും വന്നതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അറിയേണ്ടത്, നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് അറിയേണ്ടത്. എന്നാൽ മാത്രമേ കറക്റ്റ് സെൻറ്റൻസിൻ്റെ ആശയം പിടികിട്ടത്തുള്ളൂ. ഞാൻ അതേ സെൻറ്റൻസ് തന്നെ ഞാൻ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ മീനിങ് പറയാതിരുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഇഫ് യു ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഡ്യൂറിങ് ദ പ്രോജക്റ്റ് വാട്ട് വുഡ് യു ഹാവ് ഡൺ? അല്ലെങ്കിൽ ഹൗ വുഡ് ഇറ്റ് ഹാവ് അഫക്റ്റഡ് ദ ഔട്ട്കം? ഞാൻ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. വാട്ട് ഇഫ് യു ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഡ്യൂറിങ് ദ പ്രോജക്റ്റ്? അപ്പോൾ ഞാൻ ഇതിൻ്റെ സിറ്റുവേഷൻ പറയാം. അതായത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രോജക്റ്റിനെ പറ്റിയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ആ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റിൽ നീ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ വാട്ട് വുഡ് യു ഹാവ് ഡൺ? നീ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ഹാവ് അഫക്റ്റഡ് ദ ഔട്ട്കം? അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്. കഴിഞ്ഞു പോയ പ്രോജക്റ്റ്, ഓൾറെഡി കംപ്ലീറ്റ് ആയ പ്രോജക്റ്റ് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്തിനാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ആ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് പുതിയൊരു പ്രോജക്റ്റ് നിർമ്മിക്കാനും അതിൻ്റെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള അറിവുകൾ കിട്ടും എൻ്റെ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിച്ചത്. അപ്പോൾ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അത് തന്നെയാണ്. എന്താ പറയുക, ആക്ഷൻ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ ഒരു ആക്ഷനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് ടെൻസിൽ ഒരു ടൈം തന്നെ കംപ്ലീറ്റ് ആയി പോയ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിരിക്കാം. അതിൽ നിന്നാണ് അത് ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഡയറക്റ്റ് നിങ്ങളോട് പറഞ്ഞത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് യു ഹാഡ് നെവർ ബീൻ ബോൺ? ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് നെവർ ബീൻ വന്നതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞത്.
അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഇഫ് യു ഹാഡ് നെവർ ബി ബോൺ? നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒരു ഡിസ്കസ് ചെയ്യുക, ഒരു ടോപ്പിക്കിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുകയാണ്. വാട്ട് ഇഫ് യു ഹാഡ് നെവർ ബി ബോൺ? നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് സെൻറ്റൻസാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. വാട്ട് ഇഫ് യു ഹാഡ് നെവർ ബി ബോൺ? ദ വേൾഡ് വുഡ് ലാക്ക് യുവർ ബ്രൈറ്റ് സ്മൈൽ. ലോകത്തിന് നിൻ്റെ മനോഹരമായ പുഞ്ചിരി കിട്ടാതെ പോയനെ, നഷ്ടപ്പെട്ടു പോയനെ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിന്ന് വിചാരിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഞാൻ ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാട്ട് ഇഫ് ചേർത്തിരിക്കുന്നത്. നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാട്ട് ഇഫ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് ഐ ടോൾഡ് മൈ പേരൻസ് അബൌട്ട് മൈ പ്ലാൻസ്, ഹൗ വുഡ് ദേ റിയാക്ട്? ഞാൻ എൻ്റെ പ്ലാൻസിനെ പറ്റി എൻ്റെ പേരൻസിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഹൗ വുഡ് ദേ റിയാക്ട്? അവരെങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുന്നൊരു സെൻറ്റൻസാണ്. ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വാട്ട് ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് യു ട്രൈഡ് എ ന്യൂ അപ്രോച്ച് ടു സോൾവ് ദിസ് പ്രോബ്ലം? അതായത് ഞാൻ എൻ്റെ വർക്ക് സൈറ്റിൽ പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാനൊരു പുതിയ അപ്രോച്ച് എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ജസ്റ്റ് ഒരു സജഷൻ്റെ മീനിങ് ആണ്. ഇതേപോലെ തന്നെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനവിടെ വാട്ട് ഇഫും യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്റൻസിൻ്റെ ആശയം പിടികിട്ടെന്ന് വിചാരിക്കുന്ന ഞാൻ മലയാളത്തിൽ പറഞ്ഞ അതേ ആശയത്തിൻ്റെയാണ്. ഒരു പുതിയ അപ്രോച്ച് ഞാൻ എടുത്തിരുന്നെങ്കിൽ, പക്ഷേ എങ്ങനെ എടുത്തിട്ടില്ല, ജസ്റ്റ് പറയുകയാണ്. കഴിഞ്ഞ ഒരു കാര്യം എടുത്തിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാനിങ്ങനെ പറയുകയാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് ഇറ്റ് റെയിൻ ടുമോറോ? ഷുഡ് വി റീഷെഡ്യൂൾ ദ പിക്നിക്? നാളെ മഴ പെയ്താൽ ഷുഡ് വി റീഷെഡ്യൂൾ ദ പിക്നിക്? നമ്മുടെ പിക്നിക്ക് മാറ്റി വെക്കേണ്ടി വരുമോ, മാറ്റി വെക്കണമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിക്നിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാൾ പറയുകയാണ്. അവിടെയും വാട്ട് ഇഫ് ചേർത്തിരിക്കുന്നത് പ്രെഡിക്റ്റ് ചെയ്ത് പറയുകയാണ്. നാളെ മഴ പെയ്താൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വാട്ട് ഇഫ് ചേർത്തിരിക്കുന്നത്. മഴ പെയ്യുന്ന ഉറപ്പൊന്നുമില്ല, ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഇമാജിൻ ചെയ്ത് പറയുകയാണ്. വാട്ട് ഇഫ് ഇറ്റ് റെയിൻ ടുമോറോ? നാളെ മഴ പെയ്താൽ ഷുഡ് ബി റീഷെഡ്യൂൾ പിക്നിക്ക്? നമ്മൾ പിക്നിക്ക് ടൂറ് മാറ്റി വെക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ വാട്ട് ഇഫും ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വാട്ട് ഇഫ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് ഐ ഹാഡ് ചൂസൺ ഡിഫറെൻറ്റ് കരിയർ പാത്ത്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് ചൂസൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഇഫ് ഐ ഹാഡ് ചൂസൺ ഡിഫറെൻറ്റ് കരിയർ പാത്ത്? ഞാൻ എൻ്റെ കരിയർ പാത്ത് വേറൊന്നാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവമായിരിക്കും, ഞാനിപ്പോൾ ആരായിത്തീരും എന്നിങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് ഇഫ് ദ ഡൈനോസേഴ്സ് സ്റ്റിൽ റോം ദ എർത്ത്? ഡൈനോസേഴ്സ് ഇപ്പോഴും ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി ഒരു ഡിസ്കഷൻ്റെ തുടക്കമുള്ള ഒരു സെൻറ്റൻസാണ് അതും. അപ്പോൾ അവിടെ വാട്ട് ഇഫ് ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നതും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പല യൂട്യൂബ് വീഡിയോസിൻ്റെ ഹെഡിങ് ആയിട്ട് കാണാം. വാട്ട് ഇഫ് ചേർത്ത് വെച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹെഡിങ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ആ വീഡിയോയിലോട്ട് നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ വീഡിയോ ആയാലും പല ടോപ്പിക്കുകളായാലും അത് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ വായിക്കുന്ന ടോപ്പിക്കുകൾ അതൊക്കെ വായിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞാൽ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. വാട്ട് ഇഫ് വി കുഡ് ടൈം ട്രാവൽ ടു ദ പാസ്റ്റ്, വെയർ വുഡ് യു ഗോ? ഇത് ഞാൻ സുഹൃത്തിനോട് പറയുകയാണ്. വാട്ട് ഇഫ് വി കുഡ് ടൈം ട്രാവൽ ടു ദ പാസ്റ്റ്, വെയർ വുഡ് യു ഗോ? നമുക്ക് പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വെയർ വുഡ് യു ഗോ? നീ എവിടെ പോയേനെ എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമുക്കെന്തായാലും പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല, പാസ്റ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാം, നമ്മൾ പാസ്റ്റിലോട്ട് പോകാം, നമ്മുടെ പഴയ കാലത്തോട്ട് പോയാൽ വെയർ വുഡ് യു ഗോ എന്ന് ഞാൻ സുഹൃത്തിനോട് ചോദിക്കുന്നത് ജസ്റ്റ് ഒരു സെൻറ്റൻസാണ്. ടൈം ട്രാവൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ടൈം ട്രാവലിൻ്റെ ഒരുപാട് മൂവീസൊക്കെ ഉണ്ട്. നമ്മൾ പാസ്റ്റിലൊക്കെ പോയി ടൈം ട്രാവൽ ചെയ്ത് പോയി അങ്ങനത്തെ മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഒരു ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടൈം ട്രാവൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് പാസ്റ്റിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൂവീസൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് മൂവീസൊക്കെ ഉണ്ട്. ആ ഒരു ഉദ്ദേശത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാട്ട് ഇഫിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ സെൻറ്റൻസുകൾ ലഭിക്കാം. ഹൈപ്പോത്തറ്റിക്കലായിട്ട് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പല ഡിസ്കഷൻസൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷനുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. മിക്കപ്പോഴും യൂട്യൂബിലായാലും ഇൻ്റർനെറ്റിലായാലും ഈ എക്സ്പ്രഷനിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓർത്ത് വെച്ചിരിക്കുക. ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.